2021 പുറത്തിറക്കിയ ആഹ എന്ന ഇന്ദ്രജിത്ത് സിനിമയുടെ കുറച്ച് ഭാഗം ചിത്രീകരിച്ച് ഇവിടെ കേട്ടോ. വടംവലി മത്സരവുമായി ബന്ധപ്പെട്ടൊരു സിനിമയായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് ഇവിടെയാണ്. വടംവലി പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പാറപ്പുറത്തായിരുന്നു. പള്ളിയുടെ തൊട്ടടുത്തായിട്ടൊരു പഴയൊരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ചായക്കടയൊക്കെ ആയിരുന്നു തോന്നുന്നു, ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇങ്ങോട്ട് നോക്കിയുമ്പോഴേക്കും നമുക്ക് ലവിഴാപ്പൂഞ്ചിറയുടെ ഒരു വിദൂര ദൃശ്യം കാണാം. അവയുടെ ഇടിമിന്നൽ രക്ഷാചാരമൊക്കെ വെച്ചേക്കുന്നതിന് ഒരു കാഴ്ച നമുക്ക് കാണാം. ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേലുകാവിലെ കുറേ മലനിരകളുടെ കാഴ്ച കാണാം. താഴെ മേലുകാവും മറ്റുമാണെന്ന് തോന്നുന്നു. ഹായ്, ടിജോയാണേ. നമ്മളിന്ന് പോണത് കോട്ടയം ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തി ഗ്രാമമായ എള്ളുംപുറം ഗ്രാമത്തിലേക്കാണ്. ഇവിടെ കുറച്ച് സ്ഥലം കോട്ടയം ജില്ലയും കുറച്ച് സ്ഥലം ഇടുക്കി ജില്ലയും അങ്ങനെയായിട്ടാണ് ഈ ഗ്രാമം കുടികൊള്ളുന്നത് അല്ലെങ്കിൽ നിലകൊള്ളുന്നത്. അപ്പോൾ ഇവിടെ വളരെ മനോഹരമായ വ്യൂ പോയിന്റുകളും മറ്റുമുണ്ട്. അപ്പം ഒട്ടും വൈകാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വില്ലേജ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മുട്ടം ഇരാറ്റുപേട്ട റോഡ് സഞ്ചരിച്ച് കാഞ്ഞിരംകാവിലെ എത്തിയിരിക്കണം. കാഞ്ഞിരംകാവിലയിൽ നിന്ന് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ എള്ളുംപുറം പോകുന്നത് കേട്ടോ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. CSI ഈസ്റ്റ് കേരള മഹായിടവക 1887 സ്ഥാപിച്ച പള്ളിയാണ്. സെൻറ്റ് മത്യാസ് CSI ചർച്ച്, CMS LP സ്കൂൾ എള്ളുംപുറം. ഈ വഴിക്കാണ് നമ്മൾ എള്ളുംപുറം പോകുന്നത്. എള്ളുംപുറം മാത്രമല്ല, നമ്മൾ ആ വഴി നീലൂര് ചൂൽ സിറ്റിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ആ വഴിക്ക് പോയാലോ. നമുക്ക് ഈ വരുന്ന വഴിക്ക് എല്ലാം വ്യൂ പോയിന്റുകൾ കാണാവേ. മലനിരകൾ കാണുന്നത്, താഴ്വാരങ്ങൾ കാണുന്ന രീതിയിലുള്ള വ്യൂ പോയിന്റുകളെല്ലാം നമുക്ക് എള്ളുംപുറത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കാഞ്ഞിരംകാവിൽ നിന്ന് കയറി വന്ന വഴി ഇതാണ്. കയറി ഒരു 1/2 കിലോമീറ്റർ കയറി വന്നപ്പോഴേക്കും നമുക്കിവിടെ CSI ഈസ്റ്റ് കേരള മഹായിടവകയുടെ സെൻറ്റ് മത്യാസ് CSI ചർച്ച് എള്ളുംപുറം കാണാം കേട്ടോ. 1887 സ്ഥാപിച്ച ഒരു CSI ദേവാലയമാണിത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ CMS LP സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. പള്ളിയുടെ തൊട്ടടുത്തായിട്ടൊരു പഴയൊരു കെട്ടിടം സ്ഥിതി ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ചായക്കടയൊക്കെ ആയിരുന്നു തോന്നുന്നു, ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഈ റോഡ് മുട്ടം പഞ്ചായത്ത് പടിയിലേക്കുള്ള റോഡാണ്. ഈ കാണുന്ന കെട്ടിടം കണ്ടോ, അത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പള്ളിയുടെ ബംഗ്ലാവ്. പിന്നെ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഇത് വീണ്ടും കോട്ടയം. ഇതെല്ലാം കോട്ടയം ജില്ല. ഈ സ്കൂളും പള്ളി അടക്കം എല്ലാം കോട്ടയം ജില്ല. സ്കൂളിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വോളിബോൾ കോർട്ടും കാണാവേ. അപ്പം നമുക്ക് പോകേണ്ട വഴി ഈ വഴിയാണ്. ഈ വഴിക്ക് നിന്നാലാണ് നമുക്ക് നീലൂരൊക്കെ പോകാൻ സാധിക്കുള്ളൂ. പോകുന്ന വഴിക്ക് 1-2 വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ നമുക്കവിടെ പോകാം. അതുപോലെ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ CSI പള്ളികളുടെ പെരുന്നാൾ നടക്കുന്നത് എള്ളുംപുറം പള്ളിയിലാട്ടോ. പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പള്ളിയുടെ അടുത്തായിട്ട് നമുക്കൊരു പഴയ രീതിയിലുള്ളൊരു കെട്ടിടം കാണാം. അപ്പോൾ നമ്മൾ അവിടെ പള്ളിയുടെയും സ്കൂളിൻ്റെ അവിടെ നേരെ ഇങ്ങോട്ട് കയറി വന്നിരിക്കുകയാണ്. ഇവിടെ പള്ളിയുടെ ഒരു പാരിഷ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിയുമ്പോഴേക്കും നമുക്ക് ലവിഴാപ്പൂഞ്ചിറയുടെ ഒരു വിദൂര ദൃശ്യം കാണാം. അവയുടെ ഇടിമിന്നൽ രക്ഷാചാരമൊക്കെ വെച്ചേക്കുന്നതിന് ഒരു കാഴ്ച നമുക്ക് കാണാം. ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേലുകാവിലെ മലനിരകളുടെ കാഴ്ച കാണാം. താഴെ മേലുകാവും മറ്റുമാണെന്ന് തോന്നുന്നു നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ കയറ്റം കയറി വന്നപ്പോഴേക്കും നമ്മൾ വീണ്ടും ഇടുക്കിയിലേക്ക് പ്രവേശിച്ചു കേട്ടോ. ഇതൊക്കെ ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് ദൂരെയായിട്ട് ഇത് കാണുന്നൊരു മല കണ്ടോ, ഒരു പാറ കണ്ടോ. ആ പാറയുടെ പേരാണ് ആലുങ്കൽ പാറ. ആ പാറയിൽ നിന്നാൽ നമുക്ക് മേലുകാമറ്റവും മുട്ടവും തൊടുപുഴയൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ മഴ പെയ്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, നമ്മളിപ്പം ആ പാറയിലേക്ക് കയറുന്നില്ല. അപ്പോൾ ഇതാണ് പാറ. ഈ റോഡ് സൈഡിലെല്ലാം ധാരാളം ചെറിയ ചെറിയ മഞ്ഞ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് ആ പാറയിലേക്ക് പോകുന്നത് കേട്ടോ. പക്ഷേ വഴി മൊത്തം വളരെ മോശവും, മുഴുവൻ ഈ ചെടികളും പള്ളകളൊക്കെ കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഴജന്തുക്കളൊക്കെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ തൽക്കാലം മല കയറുന്നില്ല. നമുക്ക് കുരിശുപാറ മല കാണാം. കുരിശുപാറയിലെ പാറയാണ്. അപ്പോൾ അവിടെ കുറച്ച് വ്യൂ പോയിന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് എള്ളുംപുറം എന്ന് പേര് വരാൻ കാരണം? പണ്ട് ഇവിടെ എള്ള് കൃഷി ഉണ്ടായിരുന്നു. ഇവിടെ ധാരാളം അള്ളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് അള്ളുംപുറം പിന്നീട് എള്ളുംപുറം ആയതാണ്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് കൂടി വന്നപ്പോഴേക്കും നമുക്കിവിടെ ഒരു ചെറിയൊരു കട കാണാതെ. അപ്പോൾ ഈ കടയുടെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ കുരിശുപാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഒരു കുരിശുപള്ളിയോട് കൂടിയതാണ്. അപ്പോൾ അതിൻ്റെ ബോർഡ് നമുക്കിവിടെ കാണാവേ. സെൻറ്റ് ബെനഡിക്റ്റ് ചാപ്പൽ എള്ളുംപുറം 400 മീറ്റർ. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ആ വ്യൂ പോയിന്റിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് ഒരു 400 മീറ്റർ ഈ കോൺക്രീറ്റ് വഴിക്ക് നേരെ കയറി വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ സെൻറ്റ് ബെനഡിക്റ്റ് ചാപ്പൽ കാണാവേ. പാറപ്പുറത്തൊരു കുരിശും പള്ളി. നീലൂര് പള്ളിയുടെ കീഴിലാന്ന് തോന്നുന്നു കുരിശുപള്ളി സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് ഈ പള്ളിയുടെ പരിസരങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ പൂക്കളായാലും അതുപോലെ ഇവിടെ എല്ലാം ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ
മുറ്റത്ത് നമുക്ക് ചെമ്പകമൊക്കെ കാണാതെ ചെമ്പകമരം. പാറപ്പുറത്ത് നല്ല സമൃദ്ധമായി ഉണ്ടാകുന്ന കല്ലുവാഴ ഉണ്ടോ. ഇവർക്ക് പാറയൊന്നും ഒരു വിഷയമല്ല. ഈ വാഴ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് ഈ പാറപ്പുറത്താണ്. നമ്മൾ ഇതിനു മുമ്പ് കല്ലുവാഴയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ വലിയ വരക്കട്ടി പോയൊക്കെ വെട്ടിയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളത് അയക്കാടി കൊടുത്തേക്കാവേ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള പലതരം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം കുറച്ച് സ്ഥലങ്ങളെല്ലാം കൃഷിയാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മേലുകാവും മലനിരകളൊക്കെ കാണാം. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട്. 2021 പുറത്തിറക്കിയ ആഹ എന്ന ഇന്ദ്രജിത്ത് സിനിമയുടെ കുറച്ച് ഭാഗം ചിത്രീകരിച്ച് ഇവിടെ കേട്ടോ. വടംവലി മത്സരവുമായി ബന്ധപ്പെട്ടൊരു സിനിമയായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചത് ഇവിടെയാണ്. വടംവലി പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പാറപ്പുറത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ സിനിമ കണ്ടവർക്ക് ഈ സ്ഥലം പെട്ടെന്ന് മനസ്സിലാകും. ആഹാ നീലൂർ. നീലൂരിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന സ്ഥലമാണല്ലോ നമ്മുടെ എള്ളുംപുറം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ആ ബാക്കി കാഴ്ചകൾ, ഈ കുരിശുപാറയിലെ ബാക്കി കാഴ്ചകൾ കാണാം. ഈ കുരിശുപാറയ്ക്ക്, ഇവിടുത്തെ പാറയ്ക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, തറുതലപ്പാറ എന്ന്. ആ കാണുന്ന സ്ഥലം എനിക്ക് തോന്നുന്നു നീലൂർ ഭാഗമൊക്കെയാണെന്ന് തോന്നുന്നു. സ്കൂള് ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ വളരെ മനോഹരമായ കാഴ്ചകൾ. ഇവിടെ നമുക്കൊരു പള്ളി കാണാവേ. ആ പള്ളി മിക്കവാറും എരുമാപ്ര പള്ളിയാകാനാണ് ചാൻസ്. അപ്പോൾ ഇതെല്ലാം മേലുകാവും മലനിരകളും എലവിഴ പൂഞ്ചിറ ഭാഗങ്ങളെല്ലാം നമ്മൾ ഈ കാണുന്ന മലനിരകൾ. ഇതാണ് നമ്മുടെ കുരിശുപാറ വ്യൂ പോയിൻ്റ്, അല്ലെങ്കിൽ തറുതലപ്പാറ എന്നൊക്കെ പേരിലറിയപ്പെടുന്ന ഇവിടുത്തെ പാറയിലെ കാഴ്ചകൾ. നമ്മൾ കുരിശുപാറയിലെ വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമ്മളിതേ മുന്നോട്ട് മെയിൻ റോഡ് കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു വ്യൂ പോയിന്റ് കണ്ടേ, മുട്ടം മലങ്കര ഡാമൊക്കെ കാണാവുന്ന ഒരു വ്യൂ പോയിന്റ്. അതുപോലെ നമുക്ക് ഇവിടെ വളരെ മനോഹരമായി നട്ടുവെച്ചേക്കുന്ന കൈത കൃഷിയും പിന്നെ റബ്ബർ തോട്ടങ്ങളും കാണാവേ. ഈ പരിസരങ്ങളെല്ലാം കൂടുതലും റബ്ബർ തോട്ടങ്ങളാണ്. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് റബ്ബർ തോട്ടങ്ങളൊക്കെ എല്ലാം കാണാൻ സാധിക്കും. റബ്ബർ തോട്ടങ്ങളും അതുപോലെ കപ്പത്തോട്ടങ്ങളെല്ലാം ഈ പരിസരങ്ങളിൽ ധാരാളം ഉണ്ട് കേട്ടോ. പണ്ട് എള്ളംപുറത്ത് ഓഫ് റോഡ് മത്സരങ്ങളൊക്കെ നടന്നിരുന്നേ. അങ്ങനെ നമ്മൾ കാഞ്ഞിരംകാവലിൽ നിന്ന് എള്ളുംപുറം കൂടി നമ്മൾ കണ്ടത്തിമാവ് എത്താറായിരിക്കും കേട്ടോ. നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. ഈ വഴിക്കൊക്കെ ആരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ എള്ളുംപുറത്തുനിന്ന് യാത്ര ചെയ്ത് നമ്മളങ്ങനെ ചൂൽ സിറ്റിയിൽ തിരികെയാണ്. ഇവിടെ വലിയ വലിയ പൈപ്പുകൾ കാണാം. മീനച്ചിൽ കുടിവെള്ളപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പൈപ്പുകളാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ചൂൽ സിറ്റി അഥവാ കണ്ടത്തിമാവ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ ചൂല് കൊണ്ട് പ്രസിദ്ധമായ സ്ഥലമാണ് ചൂൽ സിറ്റി. ഇത് കണ്ടത്തിമാവ്, ഇപ്പോൾ ചൂൽ സിറ്റി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ കാലത്ത് ആരംഭിച്ച ചൂല് കച്ചവടം ഇപ്പോൾ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നു. ഇവിടെയുള്ള കടകളിലെല്ലാം വ്യത്യസ്തങ്ങളായ ചൂലുകളും കൊട്ടകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ചൂൽ സിറ്റി എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ എള്ളുംപുറം ഗ്രാമത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.